സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ എസ് എല്ലിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ വിമർശനവുമായി ഹൈക്കോടതി. പേര് ഒഴിവാക്കിയത് അനീതിയാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയതാണെന്നും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത്. ഒരു പെൺകുട്ടി മത്സരിക്കാൻ നിൽക്കുമ്പോഴാണോ ഇത്തരം പ്രശ്നങ്ങളെന്നും കോടതി ചോദിച്ചു. കേസിൽ നാളെ വീണ്ടും ഹിയറിംഗ് നടക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ പരിഗണിക്കണമെന്നും എതിർപ്പുണ്ടെങ്കിൽ ഹിയറിംഗിൽ അറിയിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. രേഖകൾ പരിശോധിച്ച് 2 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അതേസമയം കോടതി പരാമർശത്തിന് പിന്നാലെ വൈഷ്ണയ്ക്ക് പിന്തുണയുമായി UDF മേയർ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥ് രംഗത്തെത്തി. ധൈര്യമായി മുന്നോട്ടു പോകുമെന്നും പാർട്ടിയുണ്ട് കൂടെയെന്നും ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്ഥിരതാമസമുള്ള വിലാസത്തിലല്ല വൈഷ്ണയുടെ വോട്ടെന്ന് ചൂണ്ടിക്കാട്ടി CPIM പരാതി നൽകിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ചായിരുന്നു CPIM പരാതി. തുടർന്ന് വൈഷ്ണയെ ഹിയറിംഗിൽ വിളിച്ചിരുന്നു. പിന്നാലെയാണ് വോട്ട് തള്ളിയത്. മുട്ടടയിലെ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു. CPIM പരാതി അംഗീകരിച്ച് വൈഷ്ണയുടെ വോട്ട് നീക്കുകയായിരുന്നു. തുടർന്നാണ് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി വിധിക്ക് മുമ്പ് തന്നെ പ്രചാരണം തുടരാൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. സ്ഥാനാർത്ഥിത്വം റദ്ദാക്കപ്പെടാൻ ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്താനും കോൺഗ്രസ് തയ്യാറെടുത്തിരുന്നു. അപ്പീൽ തള്ളിയാൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിനം പകരം സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനായിരുന്നു നീക്കം.